ജിസയിൽ അനുമോള് കപ്പെടുത്തപ്പോ എന്ത് ഫീൽ ചെയ്യുന്നു? എനിക്ക് വളരെ സന്തോഷം ഫീലായി. ആദ്യം ഒരു ഫൈറ്റ് നടന്നത് നിങ്ങൾ തമ്മിലായിരുന്നു തുടക്കത്തില്. എനിക്കറിയായിരുന്നു അവള് കപ്പ് എടുക്കുന്നു. പക്ഷെ അനീഷ് എടുത്താലും സന്തോഷമായിരുന്നു. ജിസയിലിന് ഏറ്റവും ആഗ്രഹം അനീഷ് എടുക്കണം എന്നായിരുന്നോ? രണ്ടുപേരും ഞാൻ എടുത്തില്ലെങ്കിൽ ആരും എടുക്കട്ടെ. ഗുഡ് പ്ലെയർ. ആരാണ് ജയിക്കേണ്ടത് നമുക്കറിയില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ വന്നൊരു പിക്ക് ഉണ്ട് ഇപ്പൊ വ്യാപകമായി പ്രചരിക്കുന്നത്. അതായത് അനുമോള് കപ്പെടുക്കുമ്പോ നിങ്ങൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ചിരിച്ചില്ല. പക്ഷെ ഒരു പിക്കിൽ വരുമ്പോ ചില മീഡിയ സ്റ്റണ്ട്സ് ഒക്കെ ഉണ്ടാവും. മീഡിയ ഓക്കെ ആര്യൻ, ഇപ്പൊ അനുമോള് കപ്പെടുത്തിരിക്കുകയാണ്. എന്ത് തോന്നി അപ്പൊ കപ്പെടുത്തേണ്ടപ്പോ? സന്തോഷമുള്ളൂ. ഒരു കണ്ടസ്റ്റന്റ് കപ്പെടുത്തു. പ്രേക്ഷകർ അനുമോളിനെ അക്സെപ്റ്റ് ചെയ്തു. അടിപൊളി. അനുമോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, അത് കപ്പെടുത്തതിന് ശേഷം ഇപ്പൊ കോമന്റ്സിലാണെങ്കിലും അനുമോളുടെ കപ്പ് PR കൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ കോമന്റ്സ് കാണുന്നുണ്ട്. ആര്യൻ എന്താണ് അങ്ങനെ ഫീൽ തോന്നിയിട്ടുണ്ടോ? PR കാരണമാണ്. പക്ഷെ അതിലിപ്പോ എന്താ തെറ്റ്? എല്ലാരും PR ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുമോൾ ചെയ്ത റീച്ച് കുറച്ച് ബെറ്റർ ആയി PR-ൽ. അത്രയല്ലേ ഉള്ളൂ. ഐ തിങ്ക് PR ചെയ്യണോന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യായിരുന്നു ഇസ് വാട്ട് ഐ ഫീൽ ആഫ്റ്റർ ഐ ഫിനിഷ്ഡ്. ബട്ട് തെറ്റല്ല. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ സാധനം തെറ്റല്ല. ഇപ്പൊ പുറത്തുനിന്ന് അകത്തേക്ക് ആളുകൾ വന്നതിന് ശേഷം ആണ് അനുമോൾക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കാരണം. അതായത് അനുമോളെ മാരകമായി കോർണർ ചെയ്തു എന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ പുറത്തുനിന്ന് ആളുകൾ വന്നപ്പോ റീ എൻട്രി നടത്തിയപ്പോൾ? സൈഡ് ഓഫ് ഗെയിം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് തോട്ട് അബൌട്ട് ദാറ്റ് സൈഡ് ഓഫ് ഗെയിം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 85 ഡേയ്സ് അവിടെ ഞാൻ നിന്നു. ആ 85 ഡേയ്സ് ഞാൻ സത്യം പറഞ്ഞ ഗെയിമോ സ്ട്രാറ്റജിയോ ആര് വന്നാലും എങ്ങനെ ഹൈപ്പ് ചെയ്യാൻ പറ്റും, ആര് വന്നില്ലെങ്കിലും എങ്ങനെ ഹൈപ്പ് ആവാതിരിക്കാൻ പറ്റും എനിക്ക് അറിയില്ല. ഞാൻ അവിടെ പോയിട്ട് എന്താണോ സ്വഭാവം ഞാൻ അവിടെ പോയിട്ട് കളിയും ചിരിയും കോമഡിയും ദേഷ്യവും എല്ലാം ഒരു രീതിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്ര വേറെ എനിക്ക് ഗെയിം എങ്ങനെ ജയിക്കേണ്ട അറിയില്ല. അനുമോൾ ഒരു ഒറ്റപ്പെടൽ കാർഡ് എടുത്തെന്ന് തോന്നുന്നുണ്ടോ? പല ആൾക്കാരും പല കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒറ്റപ്പെടൽ കാർഡ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ എനിക്കതിൽ കൺഫേം ചെയ്യാൻ പറ്റില്ല. അവളെടുത്ത് കാർഡല്ലേ, എനിക്കത് ചോദിക്കേണ്ടത് നിങ്ങൾ അവരോടായിരിക്കും. ഇപ്പൊ ഈ പട്ടാഗേൾസ് ഉണ്ടല്ലോ, അവര് തമ്മിലായിരുന്നു ലാസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറുകൊണ്ട് ഒരു വഴക്ക് നടന്നത്. ശരിക്കും ആര്യൻ ആരുടെ ഭാഗത്താണ് ശരിയെന്നാണ് ഫീൽ ചെയ്യുന്നത്? ഞാനത് കണ്ടിട്ടില്ല. സോറി, സീരിയസ് ഞാൻ കണ്ടിട്ടില്ല. ടിഷ്യൂ പേപ്പറിന്റെ ഞാൻ ഒരു സാധനമേ കണ്ടിട്ടില്ല അവിടെ. ഞാൻ ഇറങ്ങി എവിക്റ്റ് ആയി. ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. കപ്പ് ജയിക്കേണ്ട ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പോയത്. തോറ്റപ്പോൾ ഔട്ട് ആയപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ ഷോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ആ പോർഷൻ ഞാൻ കണ്ടു. അവിടെ അനുമോളെ ആശ്വസിപ്പിക്കാനും ആര്യനും ഒക്കെ ഉണ്ടായിരുന്നു. അനുമോള് സത്യസന്ധമായിട്ടാണ് കരഞ്ഞതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ആ വിഷയത്തില്? ഇല്ല. അതിൽ കുറച്ച് അനുമോള് നല്ല കണ്ടസ്റ്റന്റ് ആണ്, നല്ല സാധനങ്ങൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കരയുമ്പോൾ കുറച്ച് ഓവറാണ്. അപ്പോൾ അതിൽ ഞാൻ അവിടെ കളിയാക്കാൻ പോയിട്ടുണ്ട്. അനു ഈ കരയണതൊക്കെ ഭയങ്കര ഓവറാണ്. പത്മശ്രീ അവാർഡൊക്കെ ഞാൻ തന്നു ഒരു ടവൽ എടുത്തിട്ട്. അതൊരു ഫണ്ണാണ്. എനിക്ക് അനുവിനെ പൊതുവെ ഇഷ്ടമാണ്. നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു ഫൺ രീതിക്ക് ഞാൻ ചെയ്തൊരു കാര്യങ്ങളൊക്കെയാണ്. നൂറയുടെ വിഷയം കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തത്? നൂറയ്ക്ക് കുറച്ചും കൂടി നിൽക്കായിരുന്നു. പക്ഷെ എന്തായാലും സെയിം ഡേ അല്ലേ എവിക്റ്റ് ആണത് എല്ലാവരും. മൺഡേ ബിഫോറിലല്ലോ. അപ്പോൾ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും നല്ല കണ്ടസ്റ്റന്റ് ആണ്. ടോപ്പ് 5 എത്തിയത്. ടോപ്പ് 5 എല്ലാവരും ആഗ്രഹിച്ചും ഡിസേർവ് ചെയ്ത ആൾക്കാരൊക്കെയാണ് എത്തിയത്. അത് അനുമോൾക്കെതിരെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് തോന്നുന്നു? അത് ഇവരുടെ തമ്മിലൊരു സ്ട്രാറ്റജി ആവാം. എനിക്കൊരു ജിസയിൽ അനുമോള് കപ്പെടുത്തപ്പോ എന്ത് ഫീൽ ചെയ്യുന്നു? എനിക്ക് വളരെ സന്തോഷം ഫീലായി. ആദ്യം ഒരു ഫൈറ്റ് നടന്നത് നിങ്ങൾ തമ്മിലായിരുന്നു തുടക്കത്തില്. എനിക്കറിയായിരുന്നു അവള് കപ്പ് എടുക്കുന്നു. നമുക്ക് ഉറപ്പായിരുന്നു. ഡേ 1 തൊട്ട് നമുക്ക് അറിയായിരുന്നു അവൾ കപ്പെടുക്കും. ആരാണോ കളിയാണോ നമുക്കറിയില്ല. പക്ഷെ എവിടെയോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി അനുമോൾ കപ്പെടുക്കും ഫസ്റ്റ് വീക്ക് തന്നെ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ലേ? അല്ല, നിങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നോ? സോഷ്യൽ മീഡിയ കോമന്റ്സ് ഒക്കെ കാണുമ്പോൾ അനുമോളായിരിക്കും കപ്പെടുക്കാൻ പോകുന്നത് എന്ന്? എവിടെയോ ഞാൻ പക്ഷെ അനീഷ് എടുത്താലും സന്തോഷമായിരുന്നു. ജിസയിലിന് ഏറ്റവും ആഗ്രഹം അനീഷ് എടുക്കണം എന്നായിരുന്നോ? രണ്ടുപേരും ഞാൻ എടുത്തില്ലെങ്കിൽ ആരും എടുക്കട്ടെ. ഗുഡ് പ്ലെയർ. ആരാണ് ജയിക്കേണ്ടത് നമുക്കറിയില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ വന്നൊരു പിക്ക് ഉണ്ട് ഇപ്പൊ വ്യാപകമായി പ്രചരിക്കുന്നത്. അതായത് അനുമോള് കപ്പെടുക്കുമ്പോ നിങ്ങൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ചിരിച്ചില്ല. പക്ഷെ ഒരു പിക്കിൽ വരുമ്പോ ചില മീഡിയ സ്റ്റണ്ട്സ് ഒക്കെ ഉണ്ടാവും. മീഡിയ I'm very happy because he cup and the dream, like it's not my dream. It doesn't like, so I'm very happy anyone takes. അനുമോൾ ഒരു കരച്ചിൽ കാർഡ് എടുത്തു അങ്ങനെയൊക്കെ പറയുന്നതിനോട് ജിസേലിന് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെടൽ കാർഡ്, കരച്ചിൽ കാർഡ് അങ്ങനത്തെ ഒക്കെ അനുമോൾ എടുത്തിട്ടുണ്ടോ ഹൗസില്?
അവൾ ഇമോഷണൽ ആണ് അത്. പൊതുവെ എപ്പോഴും കരയാറുണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല ആളാണോ അല്ലേ, പക്ഷെ ആളൊക്കെയാണ്, ആളെ പാവാണ്. ഗെയിമിന്റെ ഇടയിൽ ഉണ്ടായ സാധനങ്ങളൊക്കെയാണ്. നമ്മൾ പൊതുവെ രണ്ടുപേരും നല്ല പോസിറ്റീവ് ആണ്. നല്ല ഗെയിം ആയിരുന്നു, നല്ല ഷോ ആയിരുന്നു. ഗെയിം തീർന്നു, ബിഗ് ബോസ് തീർന്നു, നമ്മുടെ ലൈഫിൽ തോന്നുന്നു. നമ്മൾ അതിനു വേണ്ടി ഇപ്പൊ ജിസയില് ഇപ്പോ പട്ടാഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദില നൂറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പൊ ശൈത്യ വന്നു. ശൈത്യൊക്കെ വന്നതിന് ശേഷം അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് ജിസയിലിന് തോന്നുന്നുണ്ടോ? ഞാനപ്പോ വന്നില്ലായിരുന്നു ശൈത്യ വന്നത്. അവിടെ നടന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ അവര് ഫ്രണ്ട്സ് തന്നെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബാക്ക് സ്റ്റാബ് അനുമോളുടെ കൂടെ നിന്നവരെന്ന് തന്നെ ഉണ്ടായതായിട്ട് ജിസയിലിന് ഫീൽ ചെയ്തോ? എനിക്ക് മനസ്സിലായ പോലെ ഇല്ല. എനിക്ക് എന്നാ ഫീൽ ആവണേ ഒരു ഫീൽ ആയില്ല. ഓക്കെ ബൈ. അവിടെ ഉണ്ടാവും കാണാം.